ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അക്ബർ 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 എന്താണ് അക്ബറെ? ഏ അയ്യോ, അക്ബർ ആൻഡ് രേണുസുതി. ഞാൻ എന്തായാലും അക്ബറിന്റെ ഭാഗത്ത് നിന്നിട്ട് രേണുസുദീനെ ചീത്ത വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രേണുസുതിയുടെ ഭാഗത്ത് നിന്നിട്ട് അക്ബറിനെ ചീത്ത വിളിക്കാൻ നിൽക്കുന്നില്ല. ആരുടെയും ഭാഗം നിൽക്കാൻ നമുക്ക് താല്പര്യമില്ല. നമ്മൾ ചെയ്യുമ്പോൾ രണ്ടുപേരെയും എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് പട്ടയ്ക്കും. അതാണ് അതിൻ്റെ ഒരു രീതി, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു ശരി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദ്യം അക്ബറിൻ്റെ കാര്യം പറയാം. അക്ബർ രേണുസുദീനെ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഓക്കെ, ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള രീതിയിലൊക്കെ രേണുസുദീനെ പറഞ്ഞത്. എങ്കിലും ആസ് എ പ്രേക്ഷകൻ എനിക്ക് തന്നെ ഇത് പെട്ടെന്ന് കേട്ട സമയത്ത് ഏയ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടായത്. സീരിയസ്ലി മാൻ, എനിക്ക് ഏയ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടായത്. ഓക്കെ, ഇപ്പോൾ രേണുസുതിക്ക് അത്യാവശ്യം നല്ല ഹേറ്റേഴ്സ് ഉണ്ട്, നമുക്കറിയാം. നല്ല ഹേറ്റേഴ്സ് ഉണ്ട്. ആ ഹേറ്റേഴ്സിന് ചിലപ്പോൾ അക്ബർ രേണുസുദീനെ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. രേണു അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, അക്ബർ സൂപ്പർ സൂപ്പർ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടാവും. ആയിക്കോട്ടെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ വിരോധവും പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും അത് പുറത്തുള്ള കാര്യമാണ്. പുറത്ത് ഹെയ്റ്റും പുറത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഹൗസിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹൗസിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിലയിരുത്താവൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ഒരു 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 അഭിപ്രായം എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ അവർക്ക് പുറത്തുള്ള ഹെയ്റ്റോ സപ്പോർട്ടോ വെച്ചിട്ടല്ല സംസാരിക്കണത്. എനിക്കിതിൻ്റെ അകത്ത് ആസ് എ പ്രേക്ഷകൻ ബിഗ് ബോസ് കാണുന്ന എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ആക്ച്വലി പറയുന്നത്. എനിക്ക് ഈ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് മോശമായി പോയി എന്ന് തന്നെ ഞാൻ ആക്ച്വലി പറയും. അവർ എന്താണ്, അവർക്ക് എന്തോരം ഹെയ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് എനിക്ക് വേണമെങ്കിൽ കയ്യടി കിട്ടുമായിരിക്കും. അവർ രേണുസുദീനിരുന്ന് ചീത്തോളിച്ച് എനിക്ക് കയ്യടി കിട്ടുമായിരിക്കും. പക്ഷേ ആ കയ്യടി എനിക്ക് വേണ്ട. തോന്നിയ സാധനം ഷുഗർ കോട്ട് ചെയ്യാണ്ട് അങ്ങോട്ട് പറയാനാണ് എനിക്കിഷ്ടം. അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രം. അക്ബർ പറഞ്ഞു മോശമായിപ്പോയി. ഇനി കുറേ ആൾക്കാർ പറയുമായിരിക്കും ഇതൊരു ഗെയിം ഷോ ആണ്, ഗെയിം ഷോയിൻ്റെ അകത്ത് എല്ലാം സഹിക്കാൻ തയ്യാറായിരിക്കണം, ഇതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്നൊക്കെ പറയാം. ഓക്കെ, ഞാൻ അതേ കാര്യം വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. ബിഗ് ബോസ് ആണത്, മറ്റേ സീരിയലോ സിനിമയോ പരിപാടിയൊന്നുമല്ല. ഒരു റിയാലിറ്റി ഷോ ആണ്. അതിൻ്റെ അകത്ത് ഇതെല്ലാം തരണം ചെയ്യേണ്ടി വരും എന്നുള്ളതൊക്കെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എന്ത് കിണ്ടിക്കുണ്ടിയാണെങ്കിലും ഒരു 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 പരിധി ഉണ്ടല്ലോ, പരിധിയുണ്ട്. ആ പരിധിയുടെ മുകളിലൊരു എക്സ്ട്രീം ഉണ്ട്. ആ എക്സ്ട്രീമിൻ്റെ മുകളിലേക്ക് പോകരുത് എന്നൊരു സംഗതിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പദപ്രയോഗം, ഈ സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ പറയുന്നത് കുറച്ച് വളരെ ഭീകരമായ ദയനീയമായ ഒരു വാക്കായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെ എനിക്ക് തോന്നി. മോശമായി പോയി. അത് ന്യായീകരിക്കേണ്ട ആരും. അല്ല, ന്യായീകരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അത് ഓരോരുത്തരുടെ POV ആക്ച്വലി ഉണ്ടാവുമായിരിക്കും. ആയിക്കോട്ടെ. ബട്ട് എൻ്റെ അഭിപ്രായം ഇതാണ്. അതിൻ്റെ റീസൺ ഞാൻ എന്തുകൊണ്ടാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അക്ബറിൻ്റെ കേസ് എനിക്ക് അറിയില്ല. അക്ബറിനും അറിയായിരിക്കും രേണുവിന് വെളിയിൽ അത്യാവശ്യം നല്ല ഹേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അറിയായിരിക്കും. അപ്പോൾ രേണുവിനിട്ട് ആട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വോട്ടോ സപ്പോർട്ടോ കിട്ടുമോ എന്ന് പുള്ളി പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്ക് അറിയില്ല. അത് ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല, അറിയാത്തതായതുകൊണ്ട് തന്നെ. പക്ഷെ അങ്ങനെ പുള്ളി വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പുള്ളിക്ക് സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ പെർമനൻ്റായിട്ട് കിട്ടാൻ ഉള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. കണ്ടങ്ങ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹെയ്റ്റ് ഉള്ള ആളോട് സ്നേഹം തോന്നാനും സ്നേഹമുള്ള ആൾക്കാരോട് ഇഷ്ടം തോന്നാനുള്ള സാധ്യതയൊക്കെ ആക്ച്വലി ഉണ്ട്. അത് ഈ ഷോവിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ അതൊന്നും ആരും ഇന്നാൾക്ക് ഹെയ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ തലയ്ക്ക് കയറാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പരിപാടി നടക്കുന്നൊന്നും ആരും ധരിക്കേണ്ട. അപ്പോൾ ഇതാണ് ഈ സെപ്റ്റിക് ടാങ്കിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം. അവർ തിരിച്ചും പറഞ്ഞു എന്തോ വരപ്പട്ടിന്നോ വേട്ടപ്പട്ടിന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. പക്ഷെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞ സാധനം തന്നെയാണ് കുറച്ചും കൂടി പൊങ്ങി നിൽക്കുന്നത്. ഒരു എന്നുള്ളൊരു സാധനം നമുക്ക് തോന്നും ആക്ച്വലി. പിന്നെ ഇത് അക്ബറിനെ കുറിച്ച് പറഞ്ഞത്. ഇനി രേണു ചോദിച്ചൊരു കാര്യം ഞാൻ പറയാം. പറയുമ്പോൾ രണ്ട് വശം പറയണമല്ലോ, അതിൽ എൻ്റെ ഒരു ന്യായം. അതുവരെ എനിക്ക് അക്ബർ പറഞ്ഞത് ശരിയായില്ല എന്ന് തോന്നി. അക്ബർ മാപ്പ് പറഞ്ഞു. ഓക്കെ, അക്ബർ അവരുടെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ടില്ല. ക്യാമറയിൽ വന്നിട്ട് അത് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ആൾ എന്താ അറിയില്ല, പുള്ളിക്ക് അങ്ങനെ പെട്ടെന്നൊരു ബോധോദയം വന്നാണ് തോന്നുന്നു, പറഞ്ഞത് ശരിയായില്ല എന്ന്. എന്തായാലും ക്യാമറയിൽ വന്നിട്ട് അത് പറഞ്ഞു. മറ്റേത് അവരോട് വ്യക്തിപരമായിട്ട് പോയി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ കണ്ടില്ല. ലൈവും ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. എന്തായാലും മൂപ്പരത് അങ്ങനെ ക്യാമറയുടെ മുമ്പിലാണെങ്കിലും അത് മാപ്പ് എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഞാൻ പോസിറ്റീവ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ കാണുന്നു ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ. എൻ്റെ POV ഞാൻ ഭയങ്കരമായിട്ട് മൂല്യം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇനി രേണുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന് ശേഷം അവർ മറ്റേ റൂമിൻ്റെ അകത്ത് പോയിട്ട് ഞാൻ അമ്മയാണ്,
പെങ്ങളാണ്, മറ്റേ എന്താണ് വിധവയാണ്, സ്ത്രീയല്ലേ, അങ്ങനെയല്ലേ, ഞാൻ ഇവരെയൊക്കെ റെപ്രസെൻ്റ് ചെയ്ത് വന്നതല്ലേ, എന്നെ അങ്ങനെ പറയാവോ, അത് പറഞ്ഞത് ശരിയായില്ല, എന്നെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, വേറെന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കളി അവർ കളിച്ചായിരുന്നു. അത് സുഖമല്ല. എനിക്കത് പണ്ടും അതെ ഇന്നും അതെ. ഈ കാർഡിറക്കിക്കളി എന്ന് പറയുന്ന സാധനം ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് തന്നെ അന്നും ഞാൻ പറയുന്നു, ഇന്നും ഞാൻ പറയുന്നു. സംഗതി ഓക്കെ, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് പോയിട്ട് അതങ്ങ് സീനാക്കുക. അത് പെണ്ണായതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല. ആസ് എ കണ്ടസ്റ്റൻറ്റ്, ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എൻ ഇൻഡിവിജ്വൽ, ആസ് എ പേഴ്സണാലിറ്റി പോയിട്ട് നിനക്ക് എന്ത് സംസ്കാരം ഉണ്ടറാ എന്നെ വന്നിട്ട് അങ്ങനെ പറയാൻ, നീയൊക്കെ പഠിച്ച സംസ്കാരം അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലത്തെ സംസ്കാരമാണോ നീ ഇവിടെ വന്ന് കാണിച്ചത് എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ തിരിച്ചങ്ങോട്ട് ചോദിക്കാനൊക്കെ പോയിട്ടൊരു കണ്ടൻറ്റ് അവർക്ക് ഫോം ചെയ്യാമായിരുന്നു. ആ കണ്ടൻറ്റ് ആണെങ്കിൽ പിന്നെ ഓക്കെ ആയേനെ. പക്ഷേ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെയല്ലേ പറയുന്നത്, ഫേസ് ടു ഫേസ് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടൻറ്റ് ആയേനെ. പക്ഷേ ഇത് വെറുതെ മറ്റേ നിൻ്റെ റൂമിൻ്റെ അകത്തേക്ക് വന്നിട്ട് വേറൊരാളുടെ അടുത്ത് തോന്നിയ വികാരം പറയുന്നത് അത്ര സുഖമുള്ള പരിപാടിയല്ല. അവിടെ പോയിരുന്നിട്ട് അമ്മയല്ലേ, മറ്റതല്ലേ, വിധവയല്ലേ, വിധവയായതുകൊണ്ട് സപ്പോർട്ടൊന്നും തരാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. വിധവയായതുകൊണ്ട് അങ്ങനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ വിധവയോടൊന്നും പറയരുത് എന്നൊന്നുമില്ല. അത് സ്ത്രീ ആയതുകൊണ്ട് എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കണമൊന്നുമില്ല. അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം വെക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കീപ്പ് ചെയ്യേണ്ട ചില മര്യാദകൾ ആക്ച്വലി ഉണ്ട്, അത്രയേ ഉള്ളൂ. അത് കീപ്പ് ചെയ്താൽ മതി. അല്ലാണ്ട് സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കിട്ടണം അങ്ങനെ ഒന്നുമില്ല. അത് ആ കാർഡിറക്കി കളി രേണു കാണിച്ചതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അപ്പോൾ രണ്ടും പറഞ്ഞു എന്ന് മാത്രം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് രണ്ട് വശവും കൂടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനി അടുത്തൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷാനവാസ് ഏകദേശം ഒറ്റയ്ക്ക് കളിക്കേണ്ടി വരുന്ന സാഹചര്യം ആവുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. മറ്റുള്ള ഷാനവാസിൻ്റെ പരിപാടികളോടൊന്നും താല്പര്യമില്ല. മറ്റേ ഈ ഉടുപ്പിൻ്റെ കാര്യത്തിൽ എന്താ പറയുക, അവിടെ ഉപദേശിക്കാൻ വേണ്ടി പോവുക, ഏട്ടായി പരിപാടി കാണിക്കുക, ഈ കുലപുരുഷൻ പരിപാടി കാണിക്കുന്ന സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. അത് ഞാൻ ഇന്നലെ ഊക്കി വിട്ടിട്ടുണ്ടായിരുന്നു, റോസ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ അക്ബറൊക്കെ ഉണ്ടല്ലോ, അക്ബറൊക്കെ ഈ എന്താണ് ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഗുഡ്, അക്ബർ കളിക്കട്ടെ, നല്ല കാര്യം കേട്ടോ, ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, കളിക്കണം അങ്ങനെ. അപ്പോൾ ഷാനവാസ് ആണെന്നുണ്ടെങ്കിലും അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരവസ്ഥയാണ്. വേറെ ആരും പുള്ളിയുടെ കൂടെ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പായിട്ടൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഷാനവാസിന് ആ രീതിയിൽ ഷാനവാസ് സംസാരിക്കണമുണ്ട്, അക്ബറിൻ്റെ അടുത്ത് തിരിച്ച് സംസാരിക്കും, പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു അപ്രോച്ച് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഷാനവാസ് ഇനി കയറി വരുന്ന സമയത്ത് നന്നായിരിക്കും, അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണം, നന്നാവെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ അക്ബറിൻ്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ അക്ബർ മാത്രമല്ല, അക്ബർ ആയിക്കോട്ടെ, ആര്യൻ ആയിക്കോട്ടെ, അപ്പാനി ആയിക്കോട്ടെ, ഇവർ സമ്മതിച്ച് തന്നാലും സമ്മതിച്ച് തന്നില്ലെങ്കിലും ഒരു റിയാലിറ്റിയാണ്, അവർ ഒരുമിച്ചാണ് നിൽക്കുന്നത്, അല്ലാണ്ട് അവർ ഒറ്റയ്ക്കല്ല കളിക്കണത്. അത് അനുമോള് പറഞ്ഞ പോലെ, അനുമോള് പറയുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്ക് കളിക്കണം എന്നുള്ളൊരു സംഗതി. അതെ, ഒറ്റയ്ക്ക് കളിക്കണം. അത് അനുമോളായാലും ഒറ്റയ്ക്ക് കളിക്കണം, ആര്യനാണെങ്കിലും ഒറ്റയ്ക്ക് കളിക്കണം. ഇവരൊക്കെ നൈസിൽ നമ്മൾ പ്രേക്ഷകരാണല്ലോ, നമ്മളതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആരാ ഒറ്റയ്ക്ക് നിൽക്കണേ, ആരാ കംഫർട്ട് സോണിൽ ഗ്രൂപ്പായിട്ട് നിന്ന് കളിക്കണം എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് അഭിലാഷ്, എന്താ പറയുക, ആര്യൻ അല്ലേ, അഭിലാഷ്, ആര്യൻ, അക്ബർ, ഇവർ 3 പേരും ഒരുമിച്ച്, അപ്പാനി, ശരത്ത്, ഇവർ 4 പേര് ഒരുമിച്ച് നിൽക്കണ പോലെയാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത്. അത് സുഖമല്ലല്ലോ, അത് രസമായിട്ടുള്ള കാര്യമല്ല. അത് ഇപ്പോഴേ ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ശീലമാവും. പിന്നെ പോകെ എപ്പോഴും ഇവർ ഒരുമിച്ച് എന്നുള്ള സെറ്റപ്പിലേക്ക് മാറും. അത് പിന്നെ രസമില്ലല്ലോ. പിന്നെയും പഴയ സീസണൊക്കെ പോലെ തന്നെ ഗ്രൂപ്പിസം പരിപാടിയാവും, അത്രയേ ഉള്ളൂ. എല്ലാവരും നോക്കുമ്പോൾ എന്താണ്, അപ്പാനി ഒറ്റയ്ക്ക് നിന്നാൽ രസമായിരിക്കും, അക്ബർ ഒറ്റയ്ക്ക് നിന്നാൽ രസമായിരിക്കും, അഭിലാഷ് ഒറ്റയ്ക്ക് നിന്നാൽ രസമായിരിക്കും. പക്ഷെ അവർക്കെന്തോ അത്ര 100% കോൺഫിഡൻസ് ഒന്നും ഇല്ല തോന്നുന്നുണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ. ആ കാര്യത്തിൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് അനീഷ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊന്നുമല്ല, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അയാൾ ഒറ്റയ്ക്ക് നിന്നിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, വെറുപ്പിക്കലാണെങ്കിലും എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും അത് എനിക്ക് നന്നായിട്ട് തോന്നുന്നു, ഇപ്പോഴും നന്നായിട്ട് തോന്നുന്നു.
അയാൾ ആ ഗാർഡൻ ഏരിയയിൽ ഇങ്ങനെ നടന്ന സമയത്ത് പറയുന്നുണ്ടല്ലോ എനിക്ക് സൗഹൃദമൊന്നും വേണ്ട എന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. അല്ലാണ്ട് അയാൾ ഒറ്റപ്പെട്ട് ഇമോഷണലി ആളുകളുടെ നിന്ന് അയ്യോ പാവം എന്ന് തോന്നിപ്പിക്കാനല്ല നടക്കുന്നത്. അയാൾ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അയാളുടെ ആ പറച്ചിലിൽ നിന്ന് മനസ്സിലാവുന്നത്. എനിക്ക് ഞാനിവിടെ സൗഹൃദം ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് അനീഷ് പറയുന്നതിൽ അതാണ് അർത്ഥം. അത് പോസിറ്റീവായിട്ടാണ് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വേണ്ട കണ്ടസ്റ്റൻസ് ആയി കഴിഞ്ഞാൽ. അല്ലാണ്ട് ഒരു സോഫയിൽ 3-4 പേര് കൂടി ഇരുന്നിട്ട് വലിയ കോപ്പിലെ പ്ലാനിങ്ങും വർത്താനും എന്ന് പറയുന്ന അത്ര സുഖമല്ലല്ലോ. പ്രത്യേകിച്ച് ഈ ഒരു ഷോവിൻ്റെ അകത്തേക്ക് പോകുന്ന സമയത്ത് കളിയുടെ മൂഡ് തന്നെ നഷ്ടപ്പെട്ട് പോവില്ലേ. ആര്യനാണെന്നുണ്ടെങ്കിലൊക്കെ എന്താ പറയുക, എത്ര ആൾക്കാർക്കത് മനസ്സിലായി എന്നുള്ളത് എനിക്കറിയില്ല. ആര്യനാണെങ്കിലും ഒറ്റയ്ക്ക് വരുന്ന സമയത്തൊക്കെ എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ട്. അവരൊന്നും ഒറ്റയ്ക്ക് ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല. ആ സമയത്ത് അനീഷ് ഇപ്പോൾ ഈവൻ ഷാനവാസ് പോലും ചിലപ്പോൾ ഒറ്റയ്ക്ക് പോയി ഇറങ്ങി കളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അതേപോലെ മറ്റേ നമ്മുടെ ഗിസയിൽ നമ്മുടെ ആൾ മുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ പേഴ്സണാലിറ്റി കിടുക അവരുടെ. ഞാനിന്ന് അവർക്ക് വോട്ട് ചെയ്ത്. അവരൊക്കെ ഇതിനകത്ത് നല്ല പൊട്ടൻഷ്യലാണ്. അവർ കളിച്ച് കയറി വരും. ബാക്കിയുള്ള ആൾക്കാരെയൊന്നും എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നില്ല. അങ്ങനെ ഓർമ്മ വരുന്ന സമയത്ത് ഓർമ്മ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഓർമ്മ ഓർഗാനിക്കായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവരെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്താകെ പറയാനുള്ളത്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ബൈ.